പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ, ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ വലിയ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന നിലയിലാണ് സംഘപരിവാറിൻ്റെ സൈബർ ആക്രമണവും അതുപോലെ തന്നെ RSS മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ലേഖനത്തിലെ ആക്രമണവും. അത് മുഴുവൻ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. ഇതെത്രമാത്രം വസ്തുതാവിരുദ്ധമാണ് എന്നത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിലെ മുഖ്യമായും ഒരു പരാമർശമാണ് ഗുജറാത്തിൽ നടന്ന വംശീയ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശമാണ് RSSൻ്റെ കോപത്തിന്, സംഘപരിവാറിൻ്റെ സൈബർ ആക്രമണത്തിന് പിന്നിലുള്ളത് എന്നിപ്പോൾ വ്യക്തമാണ്. ഗുജറാത്തിൽ വംശീയ കൂട്ടക്കൊല നടന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തവരും അത് സംഘടിപ്പിച്ചവരും പലരും ഭരണകൂട സഹായത്തോടെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ഗുജറാത്തിലെ വംശീയ കൂട്ടക്കൊല സംഘടിപ്പിച്ചവരിൽ കുറേ പേരെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ബജ്രംഗി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഒരാൾ, ദീർഘകാലം ജയിൽ ശിക്ഷയ്ക്ക് വിധേയനായ ആൾ ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയിട്ടാണ് പുറത്തൊക്കെ ഇടക്കാലത്ത് വന്നിട്ടുള്ളത്. ഇതെല്ലാം ഇന്ത്യൻ സമൂഹത്തിന് മുമ്പിലുള്ളതാണ്. എന്നാൽ സിനിമയിൽ ഇത് സാന്ദർഭികമായി പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ സമൂഹത്തിൽ നടന്ന പല കാര്യങ്ങളും പല കലാസൃഷ്ടികളിലും ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ ഇതുപോലെ ഭയപ്പെടുത്തുന്ന ആക്രോശങ്ങളും അധിക്ഷേപവർഷം ചൊരിയലും ഒന്നും ഒരു ജനാധിപത്യ സമൂഹത്തിന് നിരക്കുന്നതല്ല. ഇന്ത്യൻ സമൂഹത്തിൽ ഫാസിസ്റ്റ് പ്രവണതകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഈ കാലഘട്ടത്തിലെ ഫാസിസ്റ്റ് പ്രവണതകളെ നവഫാസിസ്റ്റ് പ്രവണതകൾ എന്ന നിലയിലാണ് വിലയിരുത്തേണ്ടത്. ഇത് നമ്മുടെ സമൂഹം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ സംഘപരിവാറിൻ്റെയും RSSൻ്റെയും ഈ കടന്നാക്രമണം, എമ്പുരാൻ എന്ന സിനിമയ്ക്കെതിരായിട്ടുള്ള കടന്നാക്രമണം, ആ സിനിമയിൽ പ്രവർത്തിച്ചവർക്ക് നേരെ ഭീഷണി മുഴക്കുന്ന സ്ഥിതിവിശേഷം, ഇത് അത്യന്തം ഉത്കണ്ഠാജനകമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, പൗരാവകാശം ഇവയെ വെല്ലുവിളിക്കുകയാണ്. ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുകയാണ് സംഘപരിവാർ ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംഘപരിവാറിൻ്റെ പ്രതിനിധികൾ കൂടി ഉൾക്കൊള്ളുന്ന സെൻസർ ബോർഡാണ് ഇതിന് അനുമതി കൊടുത്തത്. ഈ സിനിമ കണ്ട് അതിന് ആ രൂപത്തിൽ പ്രദർശിപ്പിക്കാനുള്ള പ്രദർശനാനുമതി കൊടുത്തത്. ഇപ്പോൾ സംഘപരിവാറിൻ്റെ ഈ ഭീഷണിയെ തുടർന്ന് ഈ സിനിമയിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ ആണെന്ന് കേൾക്കുന്നു. എന്തായാലും ഈ സിനിമയുടെ പുതിയ ഒരു വേർഷൻ, പുതിയ രൂപത്തിലുള്ള ഈ എമ്പുരാൻ സിനിമ തിയേറ്ററുകളിൽ എത്തിക്കാൻ ഈ സിനിമ നിർമ്മിച്ചവർ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പോൾ തങ്ങൾ പറയുന്നത്, ആജ്ഞാപിക്കുന്നത് അനുസരിച്ചില്ലെങ്കിൽ അപകടമാണ് എന്ന് കലാ സാംസ്കാരിക രംഗത്തെ വളരെ അംഗീകാരം നേടിയ കലാകാരരും ചലച്ചിത്ര പ്രവർത്തകരുമാണ് ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവരെ അത്തരത്തിൽ ഭീഷണിക്ക് കീഴ്പ്പെടുത്താനുള്ള സംഘപരിവാറിൻ്റെ നീക്കം ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും ജനാധിപത്യ സ്വാതന്ത്ര്യത്തിൻ്റെയും നഗ്നമായ ധ്വംസനമാണ്. അപ്പോൾ ഭരണഘടനാ വിരുദ്ധമായിട്ടും രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുമാണ് ഈ സംഘപരിവാർ പ്രവർത്തിക്കുന്നത്. അത് സെൻസർ ബോർഡ് അനുമതി നൽകിയ സിനിമ, അതിൻ്റെ ഉള്ളടക്കം മാറ്റാനാണ് ഭീഷണിയിലൂടെ ഇവർ ഒരുപെടുന്നത്. ഇത് മാധ്യമങ്ങളും പൗരാവകാശങ്ങളും ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവരും ഒരുമിച്ച് നിന്ന് ചോദ്യം ചെയ്യണം
ഭാവിയിൽ ഇത് ആവർത്തിക്കപ്പെടുകയില്ല എന്ന് ഉറപ്പാക്കാൻ ഭരണഘടനാ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് രംഗത്ത് വരണം എന്നാണ് പറയാനുള്ളത്.